നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ ഇന്ന് സീസൺ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ അൽ ഹിലാൽ ഇന്ന് ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നു. ഇന്നലെ ഓർഗെ ഹീസസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക് കിരീടങ്ങൾ അവർ വാരിക്കൂട്ടിയിരുന്നു. അത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണത്. ഓൾറെഡി ചാമ്പ്യന്മാരായി നിൽക്കുന്ന കിരീടങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നിന്നലെ ഹോർഗെ ഹീസസ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ സീസണിനൊടുവിലാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉള്ളത്. 32 ടീമുകൾ കളിക്കുന്ന ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. അതിന് അൽ ഹിലാലിന് യോഗ്യതയുണ്ട്. പിന്നെ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പ് ഇതാ വെള്ളിയാഴ്ച വരാൻ പോകുന്നു. ചുരുക്കത്തിൽ ഒരു സ്പെഷ്യൽ സീസണിലേക്കാണ് നെയ്മർ ജൂനിയറും സംഘവും കടക്കുന്നത്. ഒരു പടയോട്ടത്തിന്, സുൽത്താൻ്റെ പടയോട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് സുൽത്താൻ, ആരാധകരുടെ പ്രിയപ്പെട്ട സുൽത്താൻ നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നു. റീഹാബിലിറ്റേഷൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം കളിക്കളത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഏതാണ്ട് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നർത്ഥം. ഇപ്പോൾ ഓഗസ്റ്റ് പകുതിയായി, പക്ഷേ സെപ്റ്റംബറിൻ്റെ തുടക്കത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. ആ മത്സരങ്ങൾ കളിക്കാൻ നെയ്മർ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ നെയ്മർ അൽ ഹിലാലിൻ്റെ ജേഴ്സിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും പടയോട്ടം ഇന്ന് ആരംഭിക്കുന്നു. സൗദിയിൽ ഒഫീഷ്യലായിട്ട് മത്സരങ്ങൾ തുടങ്ങുന്നു. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:45 അബ്ഹയിലെ പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് സ്റ്റേഡിയത്തിൽ അൽ ഹിലാലും അൽ അഹ്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്തായാലും മികച്ച ടീമാണ് അൽ അഹ്ലി. റിയാദ് മെഹ്റസും റോബർട്ടോ ഫെർമിനോയും മെൻഡിയും ഒക്കെ അടങ്ങുന്ന കരുത്തുറ്റ ടീം തന്നെയാണ് അവരുടേതും. അപ്പോൾ അൽ ഹിലാലിനൊരു കനത്ത വെല്ലുവിളി അവർ ഉയർത്തിയേക്കുമെങ്കിലും അൽ ഹിലാൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. അതേസമയം നാളെ രണ്ടാം സെമി ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം ഇറങ്ങുന്നുണ്ട്. അൽ നസറിൻ്റെ എതിരാളികൾ അൽ തൗണാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:45 പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് സ്റ്റേഡിയം അബ്ഹയിൽ തന്നെയാണ് ആ കളിയും നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ രണ്ട് മത്സരങ്ങളിലെ വിജയികളും തമ്മിൽ സൗദി സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:45. ചുരുക്കത്തിൽ സൗദിയിലെ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. സുൽത്താൻ്റെ സംഘം ഇന്ന് പടയോട്ടം ആരംഭിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.